ഏതോ മൃഗത്തിൻ്റെയാണ്. അവിടെ കിടന്ന ഈ വേസ്റ്റിൽ നിന്ന് ഇത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഏതോ ഒരു മൃഗത്തിൻ്റെ മുടിയാണിത്. ഒന്നി ആ മീൻ തല തിന്നു കാണും, ഒന്നി ആ മോതിരം ആ പട്ടിയുടെ വയറ്റിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഏതോ ഒരു മൃഗത്തിൻ്റെ പോയിട്ടുണ്ട്. എന്തായാലും ഇത് സ്കാൻ ചെയ്യുന്നപ്പോൾ ഒരു പട്ടിയുടെ ഇതാണ് കാണിക്കുന്നത്. ഇനി ആ പട്ടി എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയണം. ഇത് അങ്ങോട്ട് ചേട്ടാ. ചേട്ടാ കേസ് എന്തേ? ആ കേസാ അന്ന് രാത്രി ആ കേസിലെ അവനെ പിടിച്ച്, അവനെ നമ്മൾ വിട്ടിട്ടില്ല, നമ്മളെ സ്റ്റേഷൻ ഇട്ടേക്കാണ്. അത് വേറെ വിദേശത്തു നിന്നുള്ളതാണ്. അത് അന്ന് രാത്രിത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം, അതെങ്ങനെയാണ് നടന്നത്. അന്നേ ദിവസം ആ രാത്രി ആ കള്ളൻ ആ പയ്യൻ്റെ വീട്ടിൽ കയറി. അവൻ്റെ വീട്ടിൻ്റെ പുറവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്ന് മോതിരം എങ്ങനെയെങ്കിലും കൊണ്ടുപോകാം. ആ പയ്യൻ്റെ അടുക്കളയിൽ നിന്നും ഒരു കത്തി അയാളെടുത്തു. പിന്നെ ഒരു പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിൽ മീൻതലയായിരുന്നു. അത് പാചകം ചെയ്തിട്ടില്ല. ആ പയ്യൻ കിടക്കുന്ന റൂമിലോട്ട് ആ കള്ളൻ പതിയെ ചെന്നു. നിന്റെ മോതിരം വേണം, അച്ഛനമ്മേലും വിളിക്കാം. പിന്നെ ഇതിനോ കൈ പിടിക്കണോ? അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ നീ വിളിക്കരുത് കേട്ടോ. ഇതിനോടോ എനിക്ക് കിട്ടിയ സമ്മാനം കിട്ടിയ മോതിരം തന്നെ. ഈ വജ്രം തന്നെയല്ലോ, ഈ വജ്രം തന്നെ. ആ പയ്യൻ നിലവിളിച്ചു. ആ കള്ളൻ ഇറങ്ങി ഓടി. ഈ മോതിരം എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ, ഈ മോതിരം എന്തെങ്കിലും ചെയ്യണം, ഈ മോതിരം എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. ഓ മീൻതല, ഒരു ഐഡിയ ഇല്ല. ഈ മീൻതല കയറ്റാൻ ഇതിന് മറ്റേ മീൻതല ഇതിൻ്റെ അടിക്കുക. എന്തായാലും ഞാൻ പിടിക്കുന്നത് ആ മീൻതലയുടെ വായിലോട്ട് സ്വർണ്ണമോതിരം ഇടിച്ചു കയറ്റിയിട്ട് കള്ളൻ പുറത്തോട്ട് ഓടി. കള്ളനാണെങ്കിലും അവൻ ബുദ്ധിപൂർവം ചെയ്തു. എന്തായാലും എന്നെ പിടിക്കും. ഈ മീൻതല ഇവിടെ ഇട്ടേക്കാം, പിടി കൊടുക്കാം, പിന്നെ ഒന്നെടുക്കാം. ആ മീൻതലാണ് അതിൽ സ്വർണ്ണമുണ്ട്. ആ പയ്യൻ്റെ നിലവിളി കേട്ട് അച്ഛനും അമ്മയും ഉണർന്നു, നാട്ടുകാർ ഉണർന്നു. ആ കള്ളനെ പിടികൂടി. ഇതാണ് നടന്നത്.